ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇഗ്നോയുടെ ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അതായത് BPSC 105 അതിലെ ഒരു ക്വസ്റ്റ്യനാണ്, അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനാണ്. ക്രിട്ടിക്കലി എക്സാമിൻ ദ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് അറൈസിങ് ഫ്രം ക്യാപിറ്റാലിസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻ കോണ്ടംപററി ടൈംസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്, പ്രത്യേകിച്ചും ക്യാപിറ്റാലിസ്റ്റ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കാലഘട്ടം. സോ നോക്കാം. Advocates and critics of capitalism agree that its distinctive contribution to history has been the encouragement of economic growth. Capitalist growth is not, however, regarded as an unalloyed benefit by its critics. Its negative side derives from three dysfunctions that reflect its market origins. Many critics have alleged that the capitalist system suffers from inherent instability that has characterized and plagued the system since the advent of industrialization. Because capitalist growth is driven by profit expectations, it fluctuates with the changes in technological or social opportunities for capital accumulation. As opportunities appear, capital rushes in to take advantage of them, bringing as a consequence the familiar attributes of a boom. Sooner or later, however, the rush subsides as the demand for the new products or services becomes saturated, bringing a halt to investment, a shakeout in the main industries caught up in the previous boom, and the advent of recession. Hence, economic growth comes at the price of a succession of market gluts as booms meet their inevitable end. ക്യാപിറ്റലിസത്തെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്യാപിറ്റലിസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് അതിനെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുക. ക്യാപിറ്റലിസത്തിനെ വിമർശിക്കുന്നവരെല്ലാവരും തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇറ്റ്സ് എ ഡിസ്റ്റിങ്ക്റ്റീവ് കോൺട്രിബ്യൂഷൻ ടു ഹിസ്റ്ററി ഹാസ് ബീൻ ദ എൻകറേജ്മെൻറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. അതായത് എക്കണോമിക് ഗ്രോത്തിനെ എൻകറേജ് ചെയ്യുവാനായിട്ട് ഒരു പരിധിവരെ ക്യാപിറ്റലിസത്തിന് സാധിക്കുമെന്നുള്ളത് ഇതിനെ എതിർക്കുന്നവർ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. ഈ സിസ്റ്റത്തെ എതിർക്കുന്നവർ പോലും ഈ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. Capitalist growth is not, however, regarded as an unalloyed benefit by its critics. Its negative side derives from three dysfunctions that reflects its market origins. Many critics have alleged that the capitalist system suffers from inherent instability. അതായത് പലരും വിമർശിക്കുന്ന പലരും തന്നെ പറയുന്നത് എന്തെന്നാൽ ക്യാപിറ്റലിസം പല തരത്തിലുള്ള എന്തുണ്ടെന്നാ പറയുക, ഇൻഹെറൻറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റീസ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലുണ്ട് എന്നുള്ളതാണ്. കാരണം ദി അഡ്വൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ വരവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റെബിലിറ്റീസ് കണ്ടു തുടങ്ങിയത് എന്നും പറയുന്നുണ്ട്. ക്യാപിറ്റാലിസ്റ്റ് ഗ്രോത്ത് പ്രധാനമായിട്ടും അതിൻ്റെ പിന്നിൽ എന്താണ് അവരുടെ ഡ്രൈവിംഗ് ഫോഴ്സ്? പ്രധാനമായും പ്രോഫിറ്റ് മോട്ടീവാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്യുമുലേഷൻ, പ്രോഫിറ്റ് മോട്ടീവ്, expectations, then again economic growth may come to in a fluctuating manner. The changes in technological or social opportunities for capital accumulation. Capital, it rushes in to take advantage of them, bringing as a consequence the familiar attributes of a boom. അപ്പോൾ ഇത് ക്യാപിറ്റൽ അക്യുമുലേഷൻ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഇവിടെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു തലത്തിലുള്ള പ്രവർത്തനം തികച്ചും ഒരു ഇൻക്രീസിങ് ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഉണ്ടാക്കാൻ, ബൂം സ്റ്റേജ്, പിന്നീട് കുറേ കഴിയുമ്പോഴേക്കും ഇതെല്ലാം തന്നെ എന്ത് ചെയ്യപ്പെടും? ഇവയെല്ലാം തന്നെ താഴോട്ടാകപ്പെടും. അപ്പോൾ ബൂം, ദെൻ ഡിപ്രഷൻ, ദെൻ റിസഷൻ, ഇങ്ങനെയുള്ള തരത്തിലേക്കൊക്കെ വരാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഷേക്ക് ഔട്ട് ഉണ്ടാകാം. ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ പ്രീവിയസ് ബൂം പീരീഡിൽ നിന്നും ഒരു പക്ഷേ വേർതിരിഞ്ഞ് റിസഷൻ്റെ പീരീഡ് അഡ്വൻ്റ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് കംസ് അറ്റ് ദി പ്രൈസ് ഓഫ് എ സക്സഷൻ ഓഫ് മാർക്കറ്റ് ഗ്ലഡ്സ്. അപ്പോൾ നമ്മളുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്
ഈ പൊതുവിപണിയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, ആ ഏറ്റക്കുറച്ചിലുകൾക്ക് ആനുപാതികമായിട്ടായിരിക്കും അത് ബൂമാവാം, അതുപോലെ ഡിപ്രഷൻ ആവാം, അല്ലെങ്കിൽ റിസഷൻ ആവാം. ഇതുപോലുള്ള സിറ്റുവേഷൻസിനെയൊക്കെ ബേസ് ചെയ്താണ് നിലകൊള്ളുക എന്ന് പറയാം. ഓക്കെ, ദെൻ മൂവിങ് ഫ്രം സ്പെസിഫിക് എക്സാമ്പിൾസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ to a more general level, the criticism may be broadened to an indictment of the market principle itself as the regulator of incomes. മാർക്കറ്റ് ഡിറ്റർമിൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് മാർക്കറ്റ് ഡിറ്റർമിൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഏതൊരു സാധനത്തിൻ്റെയും ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? പ്രൈസാണ്. മാർക്കറ്റിൽ നിലവിലുള്ള പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമിനേറ്റ്സ് വാല്യൂ ആൻഡ് ഡിമാൻഡ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതുകൊണ്ട് തന്നെ ആൻ അഡ്വക്കേറ്റ് ഓഫ് മാർക്കറ്റ് ദാറ്റ് ഡിറ്റർമിൻഡ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ഡിക്ലെയർ ദാറ്റ് ഇൻ എ മാർക്കറ്റ് ബേസ്ഡ് സൊസൈറ്റി വിത്ത് certain exceptions people tend to be paid what they are worth, that is their incomes will reflect the value of their contribution to production. ഇൻകം ലെവലാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പ്രൊഡക്ഷനിലേക്കുള്ള കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ. അപ്പോൾ മാർക്കറ്റ് ബേസ്ഡ് റിവാർഡ് ഇത് എഫിഷ്യൻസിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ദസ് the market based rewards leads to efficiency of the productive system and thereby maximize the total income available for distribution. This argument is countered at two levels. Marxist critics contend that laborers in a capitalist economy are systematically paid less than the value of their work by virtue of the superior bargaining power of employers, so that the claim of efficiency masks an underlying condition of exploitation. അതായത് കാറൽ മാക്സിൻ്റെ ആ ഒരു തിയറിയുണ്ട്. മാർക്കറ്റ് ബേസ്ഡ് റിവാർഡ്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോഴും ടോട്ടൽ ഇൻകം മാക്സിമൈസ് ചെയ്യാൻ സഹായിക്കുമെന്ന് പറയുമ്പോഴും ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് രണ്ട് തരത്തിൽ കാറൽ മാക്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ക്രിട്ടിക്സ് എന്ന രീതിയിലുള്ള ആ ഒരു ചിന്താഗതി എന്തെന്നാൽ, ലേബറേഴ്സ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ അവരുടെ ആക്ച്വൽ വാല്യൂ അവർക്ക് ലഭ്യത ഇല്ല. അവർക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പേ ചെയ്യുന്നത് ലെസ് ദാൻ ദി വാല്യൂ ഓഫ് ദെയർ വർക്ക്. കാരണം വർക്ക് ചെയ്യുന്നത് 10 മണിക്കൂർ, ജോലിക്ക് വേതനം കൊടുക്കുന്നത് 7 മണിക്കൂർ. അപ്പോൾ 3 മണിക്കൂർ കുറച്ചാണ് ക്യാപിറ്റാലിസ്റ്റ് ലേബർ ഫോഴ്സിനെ വർക്കിംഗ് ലേബർ ഫോഴ്സിന് എന്ന രീതിയിൽ കൊടുക്കുക. അപ്പോൾ എവിടെയും അവർക്ക് വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് ആക്ച്വൽ വാല്യൂ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? സോ ദ വാല്യൂ ഓഫ് ദെയർ വർക്ക് ബൈ വിർച്യൂ ഓഫ് ദ superior bargaining power of employers, so that the claim of efficiency that mask as an underlying condition of exploitation. അപ്പോൾ ഇവിടെ ചൂഷണത്തിൻ്റെ ഒരു പാത തുറന്നു ഇടുകയാണ് നമ്മുടെ ക്യാപിറ്റാലിസ്റ്റ് സൊസൈറ്റി എന്ന് പറയാം. സെക്കൻഡ് ക്രിറ്റിസിസം എന്തുമായി ബന്ധപ്പെട്ട? മാർക്കറ്റ് ഡ്രിവൺ ഗ്രോത്തുമായി ബന്ധപ്പെട്ട. A second criticism with respect to market driven growth focuses on the adverse side effect of generated by a system of production that is held accountable only to the test of profitability. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റബിലിറ്റിയെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ആ ഒരു അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ് പ്രൊഡക്ഷൻ മാക്സിമൈസ് ചെയ്ത് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. It is in the nature of a complex industrial society that the production processes of many commodities generate bards as well as goods. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന കമ്മോഡിറ്റീസ്, ഇതിലൂടെ ജനറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ അതൊരുപോലെ തന്നെ നല്ലതും ഉണ്ടാകും, അതേപോലെ തന്നെ എന്തുകൊണ്ട് സാധനങ്ങൾ മോശമായതും. കാരണം നമ്മൾ നോക്കിക്കേ, എക്സാമ്പിളായിട്ട് ടോക്സിക് വേസ്റ്റ് ഉണ്ട്, അതൊക്കെ അൺഹെൽത്തിയാണ്. അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷനെ ദോഷമായി ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രൊഡക്ഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിലുണ്ടാകുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആയിരിക്കും ഇതെല്ലാം തന്നെ. ദ കാറ്റലോഗ് ഓഫ് സച്ച് മാർക്കറ്റ് ജനറേറ്റഡ് ഇൽസ് ഈസ് വെരി ലോങ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിൻ്റെ ഒരു കാറ്റലോഗ് നാം പരിശോധിച്ചാൽ സൊസൈറ്റിയിലുണ്ടാകുന്ന മാർക്കറ്റ് ജനറേറ്റഡ് ഇൽസ് അത് വളരെ കൂടുതലായിരിക്കാം. Smith himself warned that the division of labor by routinizing work would render workers as stupid and ignorant as it is possible for a human creature to become. അതായത് ഒരു മനുഷ്യജീവി എന്ന രീതിയിൽ തൻ്റെ പവർ, തൻ്റെ തൊഴിൽ ശക്തി അത് കോൺട്രിബ്യൂട്ട് ചെയ്തു, എന്നിട്ട്
അവിടെ ഒന്നും അറിയാത്ത ആളെപ്പോലെ ഒരു സ്റ്റുപ്പിഡ് ഇഗ്നറൻ്റായി മാറുന്ന അവസ്ഥ, ഹ്യൂമൻ ക്രീച്ചർ എന്ന രീതിയിൽ ഇവിടെ കഴിഞ്ഞു പോകുമ്പോഴേക്കും താൻ നൽകുന്ന ആ ഒരു കോൺട്രിബ്യൂഷന് യഥാർത്ഥ മൂല്യം നൽകാതിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ സ്മിത്ത് സ്വയം മുന്നറിയിപ്പ് നൽകുന്നത് ഡിവിഷൻ ഓഫ് ലേബർ, അതെന്ത് പറയുന്നത്, ഒരു റൊട്ടീനൈസിങ് വർക്കാണ്. അത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നതാണ്. അതിൽ തൊഴിലാളികൾ തങ്ങളുടെ വർക്കിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ തൊഴിലാളികൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരാണ്? സ്റ്റുപ്പിഡ് ആൻഡ് ഇഗ്നറൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹ്യൂമൻ ക്രീച്ചർ എന്ന രീതിയിൽ അവരിവിടെ ജീവിച്ചു പോകുന്നു. അവിടെ തന്നെ മാക്സ് റൈസ് ദ സ്പെക്ടർ ഓഫ് ഏലിയനേഷൻ ആസ് ദ സോഷ്യൽ പ്രൈസ് പെയ്ഡ് ഫോർ സബോർഡിനേറ്റിംഗ് പ്രൊഡക്ഷൻ ടു ദ ഇമ്പരറ്റീവ്സ് ഓഫ് പ്രോഫിറ്റ് മേക്കിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നത് ഈ ഒരു സൊസൈറ്റിയിലെ ക്യാപിറ്റാലിസ്റ്റിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷനാണ്. അവർക്ക് യഥാർത്ഥത്തിലുള്ള മൂല്യം വർക്ക് ചെയ്യുന്നതിന് ലേബർ ഫോഴ്സിന് കൊടുക്കുന്നില്ല. അതർ എക്കോണമിസ്റ്റ് വാണ്ട് ദാറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ടെക്നോളജി ദാറ്റ് ഡിസൈൻ ടു കട്ട് ലേബർ കോസ്റ്റ് വുഡ് ക്രിയേറ്റ് പെർമനൻ്റ് അൺഎംപ്ലോയ്മെൻറ്റ്. മറ്റു കുറച്ച് പേര് അവരുടെ ചിന്താഗതി എന്താണ്? അതായത് ഇവിടെ പുതിയ സാങ്കേതികവിദ്യ വന്നു. ഈ സാങ്കേതികവിദ്യ രൂപപ്പെട്ടു വന്നപ്പോൾ എന്ത് പറ്റി? കുറേയധികം ലേബേഴ്സിനെ വേണ്ടാതെയായി. ലേബർ കോസ്റ്റ് കട്ട് ചെയ്തു. അത് പെർമനൻ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകാൻ ഇടയായി. In modern times, much attention has focused on the power of physical and chemical processes to surpass the carrying capacity of the environment, a concern made cogent by various types of environmental damage arising from excessive discharge of industrial effluent and pollutants. അതായത് ഇന്നത്തെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, അവിടെ ലേബേഴ്സ് വർക്ക് ചെയ്യുന്നു. ലേബേഴ്സ് വർക്ക് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ബൈ പ്രോഡക്റ്റായിട്ട് ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത് അത് ഇവിടെ സമൂഹത്തിൽ സൊസൈറ്റിയിൽ എന്തുണ്ടാക്കുന്നുണ്ട്? പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സൊസൈറ്റി എങ്ങനെയാവാം? റിച്ച് ആവാം, അവിടെ ഇൻഡസ്ട്രിയലൈസ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാവാം. പക്ഷേ എക്സസീവ് ഡിസ്ചാർജസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻ്റ് ആൻഡ് പൊല്യൂട്ടൻ്റ് ഇതുണ്ടാകാനിടയാക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹികവും പാരിസ്ഥിതികവുമായ വെല്ലുവിളികൾ ഇന്ന് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സോ ബിക്കോസ് ദീസ് സോഷ്യൽ ആൻഡ് എക്കോളജിക്കൽ ചലഞ്ചസ് സ്പ്രിങ് ഫ്രം ദി എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ഓഫ് ടെക്നോളജി. ടെക്നോളജിയുടെ എക്സ്ട്രാ ഓർഡിനറി പവേഴ്സിലൂടെ ഉടലെടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പൊല്യൂട്ടൻ്റ് എല്ലാം. ദേ ക്യാൻ ബി വ്യൂഡ് ആസ് സൈഡ് എഫക്റ്റ് ഓഫ് സോഷ്യലിസ്റ്റ്. ദേ ക്യാൻ ബി വ്യൂഡ് ആസ് എ സൈഡ് എഫക്റ്റ് ഓഫ് സോഷ്യലിസ്റ്റ് ആസ് വെൽ ആസ് ക്യാപിറ്റാലിസ്റ്റ് ഗ്രോത്ത്. ഇതെല്ലാം നമ്മൾക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക? സോഷ്യലിസത്തിൻ്റെയും ക്യാപിറ്റലിസ്റ്റ് ഗ്രോത്തിൻ്റെയും എല്ലാം സൈഡ് എഫക്റ്റ് ആയിട്ടുണ്ടായതാണ് എന്ന് പറയേണ്ടി വരും. ബട്ട് ദി ആർഗ്യുമെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ദാറ്റ് മാർക്കറ്റ് ഗ്രോത്ത് by virtue of its overriding obedience to profit is congenientally congenitally blind to such externalities. അപ്പോൾ ഇങ്ങനെ വികസനം ഉണ്ടാകുന്നു, വളർച്ച ഉണ്ടാകുന്നു, അത് മുഖേന സൊസൈറ്റിയിലെ പാരിസ്ഥിതികമായി ഉണ്ടാകുന്ന ദോഷങ്ങൾ, ആ ആഫ്റ്റർ എഫക്റ്റ് അതെല്ലാം എങ്ങനെയാണെന്നുള്ളത്, ഇതിനെയാണ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടാവും. ഇതെല്ലാം നാം കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്തു പോരുന്നത്. Then again, a third criticism of capitalist growth concerns the fairness with which capitalism distributes its expanding wealth or with which it shares its recurrent hardships. The criticism assumes both specific and general forms. അപ്പോൾ ക്യാപിറ്റാലിസ്റ്റ് ഗ്രോത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന മൂന്നാമതൊരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫെയർനെസ് വിത്ത് വിച്ച് ക്യാപിറ്റലിസം ഡിസ്ട്രിബ്യൂട്ട്സ് ഇറ്റ്സ് എക്സ്പാൻഡിങ് വെൽത്ത് ഓർ വിത്ത് വിച്ച് ഇറ്റ് ഷെയർസ് ഇറ്റ്സ് റിക്കറൻറ്റ് ഹാർഡ്ഷിപ്സ്. വെൽത്താണോ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതോ റിക്കറൻറ്റ് ഹാർഡ്ഷിപ്പാണോ ഇതിലൂടെ എക്സ്പാൻഡ് ചെയ്ത് വരുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചിന്തകൾ. ദിസ് ക്രിറ്റിസിസം അസ്യൂംസ് ബോത്ത് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോംസ്. ഓക്കെ, ദെൻ ദ സ്പെസിഫിക് ഫോം ഫോക്കസസ് on disparities on income among layers of the population in the early 21st century. In the United States, for example, the lowest fifth of all households received only 3.1% of total income, whereas the topmost fifth received 51.9%. Significantly, this disparity results from the concentration of assets in the upper brackets. Also, the disparity is the consequence of highly skewed patterns of corporate rewards that typically give, say, chief executive
officers of large companies an average of 265 times more income than those of ordinary office or factory employees. So that is the income disparity that reveals the fact. However, it should be understood in perspective as they stem from a number of causes. അപ്പോൾ മൂന്നാമത് പറഞ്ഞു വന്ന കാര്യം എന്താണ്? പ്രധാനമായിട്ടും തേർഡ് ക്രിറ്റിസിസം ഫോക്കസ് ചെയ്യുന്നത് ഒരുപോലെ തന്നെ സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോംസിനെയാണെന്ന് പറഞ്ഞല്ലോ. ഈ സ്പെസിഫിക് ഫോം ഫോക്കസ് ചെയ്യുന്നത് ഇൻകം ഡിസ്പാരിറ്റിയാണ്. കാരണം നമുക്കറിയാം ഏർലി 21st സെഞ്ച്വറിയിലേക്ക് നാം യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ കേസ് നോക്കുമ്പോഴേക്കും എക്സാമ്പിളായിട്ട് എടുത്താൽ അവിടെയുള്ള താഴേത്തട്ടിലുള്ള ഫിഫ്ത്ത് ഓഫ് ഹൗസ് ഹോൾഡ്, ലോവസ്റ്റ് ഫിഫ്ത്ത് ഓഫ് ആൾ ഹൗസ് ഹോൾഡ് അവർക്ക് ലഭ്യതയുള്ളത് 3.1% ടോട്ടൽ ഇൻകത്തിൻ്റെ ഈ കൂട്ടർക്ക് കിട്ടുന്നതെങ്കിൽ, എന്നാൽ അവിടെയുള്ള ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഫിഫ്ത്ത് റിസീവ് ചെയ്യുന്ന എത്രയാണ്? 51.9%. അപ്പോൾ ഇൻകം ഡിസ്പാരിറ്റി ഉണ്ടെന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ ഇൻകം ഡിസ്പാരിറ്റിയുടെ വളരെ പ്രകടമായ രൂപത്തിൽ നിലനിൽക്കുന്നു. അതും ഹൈലി സ്ക്യൂഡ് പാറ്റേൺ എന്ന രീതിയിൽ കോർപ്പറേറ്റ് ലെവലിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിരുന്ന വരുമാനത്തിൻ്റെ തോത് അത് അവിടെയൊക്കെയുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എന്ന രീതിയിലെല്ലാം ലാർജ് കമ്പനീസിൽ അവർക്ക് കിട്ടുന്ന ആവറേജ് ഓഫ് 265 times more income than those of ordinary office or factory employees. So income disparities, however, should be understood in perspective as they stem from a number of causes. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഡിസ്പാരിറ്റീസ് പ്രത്യേകിച്ച് ഇൻകത്തിലെ ഇങ്ങനെയുള്ള സമൂഹത്തിലെ പല ജനവിഭാഗങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഇൻകം ഡിസ്പാരിറ്റീസിൻ്റെ റീസൺ എടുത്ത് നോക്കുമ്പോഴേക്കും അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് നിലവിൽ പ്രകടമാകുന്നത് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ആ ഒരു ചോദ്യം ഇതായിരുന്നു: ക്രിട്ടിക്കലി എക്സാമിൻ്റെ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് അറൈസിങ് ഫ്രം ക്യാപിറ്റാലിസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻ കോണ്ടംപററി ടൈംസ് എന്നുള്ള നിങ്ങളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യന് ഇത്രയും കാര്യങ്ങൾ എഴുതുവാണെങ്കിൽ അതിൻ്റെ ആൻസർ ആവും. ഓക്കെ, അപ്പോൾ BPSC 105 ആ ഒരു കോഴ്സ് കോഡിലുള്ളവർക്കിത് പ്രയോജനപ്പെട്ടെ എന്ന് ആശംസിച്ചു. ഓക്കെ, താങ്ക് യു.